ഹലോ, എല്ലാവർക്കും കോട്ടയം സിവിൽ സർവീസ് അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പറിലെ എഡിറ്റോറിയൽ പേജിലുള്ള ഒരു ലെൻഡിങ് ഹാൻഡ്. The RBI has signaled it is aware of the burden of healthcare providers during this period. ഈ ഒരു ടൈറ്റിലുള്ള ഒരു ഇക്കണോമിക് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് അല്ലെങ്കിൽ ഒരു എഡിറ്റോറിയലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾക്കറിയാം, ഇന്ന് രാജ്യം ഒരു കോവിഡിൻ്റെ സെക്കൻഡ് വേവിൽ ഹിറ്റായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ത്യ കടന്നു പോകുന്നത്. അതിനകത്ത് ഏറ്റവും കൂടുതൽ വോസ്റ്റ് പെർഫോമിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അഫക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ബിസിനസ് മേഖലകളിലും അതുപോലെ തന്നെ ഹെൽത്ത് കെയർ മേഖലകളിലുമുള്ള ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സുമാണ്. ആ സാഹചര്യത്തിൽ നമ്മളുടെ RBI ഗവർണർ പുതിയ പ്രൊപ്പോസൽസുമായിട്ട് അല്ലെങ്കിൽ പുതിയ ഒരു സപ്പോർട്ടിംഗ് എയ്ഡുമായിട്ട് ഇന്ത്യൻ ഇക്കണോമിയിലേക്ക് ഫ്ലഷ് അല്ലെങ്കിൽ കറൻസി അല്ലെങ്കിൽ മോണിറ്റൈസ് ചെയ്യാനുള്ള ഒരു സാഹചര്യത്തിന് വേണ്ടിയിട്ടുള്ള ചില പ്രോജക്റ്റുകളാണ് ഈ ഒരു ആർട്ടിക്കിളിന് അടിസ്ഥാനമായിട്ട് പറയുന്നത്. അതായത് ഈ രാജ്യത്ത് ഒന്നാമത്തെ പോയിന്റ് നോക്കുമ്പോഴത്തേക്കും measures aimed at alleviating any financing constraint for those impacted, including the healthcare sector, state governments and public, is a welcome and timely intervention. ഇതൊരു പോയിന്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ എടുത്തു പറയാൻ പറ്റും. അതായത് നമ്മളുടെ RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് നമ്മളുടെ രാജ്യത്തിന്റെ ഏറ്റവും വേസ്റ്റ് ആയിട്ട് ഹിറ്റ് ചെയ്തിരിക്കുന്ന ഏതൊരു മേഖലകളിലും, ഹെൽത്ത് കെയർ സെക്ടർ ആയാലും ശരി, സ്റ്റേറ്റ് ഗവൺമെന്റ്സ് അല്ലെങ്കിൽ പബ്ലിക്കിന്റെയോ ഏതൊരു തലത്തിലേക്കും ഹിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ഓവർകം ചെയ്യാനുള്ള ഒരു പ്രോജക്റ്റുമായിട്ടാണ് നമ്മളുടെ RBI ഗവർണർ മുന്നോട്ട് വന്നിരിക്കുന്നത്. അതിനുവേണ്ടി അദ്ദേഹം ഏകദേശം 50,000 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റാണ്, ലിക്വിഡിറ്റി ഫെസിലിറ്റിയാണ് ഈ രാജ്യത്തിലേക്ക് ഇൻഫ്യൂസ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ ലിക്വിഡിറ്റി ഫെസിലിറ്റി ഇൻഫ്യൂസ് ചെയ്യുന്നത്? അതായത് ഈ രാജ്യത്തിൽ ആവശ്യമുള്ള അല്ലെങ്കിൽ ഫണ്ട് ആവശ്യമുള്ള ഒരു മേഖലകളിലേക്ക് ഒരു ക്രെഡിറ്റ് ഫെസിലിറ്റി, ക്രെഡിറ്റ് അവൈലബിലിറ്റി ബൂസ്റ്റ് ചെയ്യുന്ന രീതികളിലേക്കാണ് ഈ 50,000 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻഫ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതായത് നമുക്കറിയാം RBI ഇസ് ദയർ. നമുക്കറിയാം ഇതൊരു സെൻട്രൽ ബാങ്ക് ആണ്, ഇന്ത്യയുടെ അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് ആണ് RBI. അല്ലെങ്കിൽ ഇതിന് താഴേക്കുള്ള മറ്റുള്ള പബ്ലിക് സെക്ടർ ബാങ്കിങ് ഏത് തരത്തിലുള്ള ബാങ്ക് ആണെങ്കിലും ഒരു ബാങ്ക് എന്ന ഒരു സെക്ടറിലേക്കുള്ള ഒരു സാഹചര്യം നമുക്ക് ഈ RBIയുടെ കീഴിലുണ്ട്. ഈ ബാങ്കിൽ നിന്നുകൊണ്ടാണ് അടുത്ത ഒരു മേഖലയായിട്ടുള്ള അതായത് MSME അല്ലെങ്കിൽ ഏതൊരു സെക്ടർ, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് എനി കൈൻഡ് ഓഫ് ബിസിനസ് ആൻഡ് ബിസിനസ് ഹൗസസ് വിൽ ബി വർക്കിംഗ് അണ്ടർ എനി സ്പെസിഫിക് ബാങ്ക്, അല്ലെ? അപ്പൊ ഏതൊരു ബാങ്കിന്റെ കീഴിലേക്കായിരിക്കാം ഈ തരത്തിലുള്ള ഏതൊരു ബിസിനസ് ഹൗസും മുന്നോട്ട് വരുന്നത്. അപ്പൊ RBI ഈ സാധാരണ നമ്മുടെ ബാങ്കുകളോട് മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു മാർഗനിർദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു PSL, അതായത് പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് ആയിട്ട് ഈ തരത്തിലുള്ള ഈ 50,000 crore റുപ്പീസ് എങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു 50,000 crore റുപ്പീസ് സൊസൈറ്റിയിലേക്ക് ഇൻഫ്യൂസ് ചെയ്യാനുള്ള ഒരു മാർഗമായിട്ട് പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് ആയിട്ട് ഇതിനെ കരുതണം. ഏതിനു വേണ്ടിയിട്ട്? ഹെൽത്ത് കെയർ, അതായത് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഹോസ്പിറ്റൽസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഹെൽത്ത് കെയറിന്റെ ഏതെങ്കിലും ഫെസിലിറ്റി പ്രൊവൈഡേഴ്സ് ഉണ്ടാവാം, ഓക്സിജൻ സപ്ലൈസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് കെയർ അസിസ്റ്റൻസ് നൽകുന്ന എക്യുപ്മെന്റിന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടാവാം. ആ മേഖലയിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏതൊരു സെക്ടറുമാകാം അല്ലെങ്കിൽ ഏതൊരു ബിസിനസ് ഹൗസുകളുമാകാം. അവർക്ക് എന്ത് ചെയ്യണം? പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് എന്ന ഒരു സാധ്യതയിലേക്ക് നമ്മൾ ലോണുകൾ അറേഞ്ച് ചെയ്യണം. നിന്നും RBI കണ്ടെത്തിയിരിക്കുന്ന ഈ 50,000 crore റുപ്പീസിൽ നിന്നും അല്ലെങ്കിൽ ഈ ഒരു പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്ങിലേക്ക് ചിന്തിക്കണം. ഇതിനകത്ത് ചിന്തിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ എന്താണ് പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് എന്ന് പറയാം. അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ RBI ഏതെങ്കിലും ഒരു മേഖലകളുടെ വളർച്ചയ്ക്ക് വേണ്ടി, അതിന് ബേസിക് നീഡ്സ് ഓഫ് ദ കൺട്രി, അത് രാജ്യത്തിന്റെ ബേസിക് നീഡ് ഓഫ് ദ കൺട്രി ആയിട്ട് ഏതെങ്കിലും ഒരു മേഖലകളെ വളർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവയ്ക്ക് കൂടുതൽ ലോൺ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു സാഹചര്യത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് എന്ന് വിളിക്കുന്നത്. അപ്പം ആ പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ഓക്സിജൻ ക്രഞ്ചസ് അല്ലെങ്കിൽ ഓക്സിജൻ ഷോർട്ടേജ് അനുഭവിക്കുന്ന ഈ രാജ്യത്തിന്റെ അല്ലെങ്കിൽ ആ തരത്തിലുള്ള മേഖലകളിലേക്ക് കൂടുതൽ ഫണ്ടുകൾ എത്തുകയാണെങ്കിൽ കൂടുതൽ ആളുകൾ, കോമ്പറ്റീറ്റേഴ്സ് അല്ലെങ്കിൽ കൂടുതൽ
കമ്പനികൾ, കൂടുതൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള കമ്പനികൾ വിൽ ബി വർക്കിംഗ് ഫോർ ദാറ്റ് പർട്ടിക്കുലർ ഇൻഡസ്ട്രി. അതായത് ഇപ്പോൾ ഓക്സിജൻ ഷോർട്ടേജ് നമ്മുടെ രാജ്യത്ത് അനുഭവിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഓക്സിജൻ ഷോർട്ടേജിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അതൊരു ബേസിക് നീഡ് ഓഫ് രാജ്യത്തിന്റെ ബേസിക് നീഡായിട്ട് നമുക്കതിനെ കണക്കാക്കാം. ഈ ഓക്സിജൻ സപ്ലൈ ചെയ്യാനുള്ള ഒരു സാധ്യതകൾക്ക് ഒരു കമ്പനികൾ ഉണ്ടാവണമെങ്കിൽ ദേ നീഡ് ഫണ്ട്. ഈ ഫണ്ട് എങ്ങനെയാണ് ഉണ്ടാവുക? ഈ ഒരു ബാങ്കിങ് സെക്ടർ വഴി ഈ MSME പോലുള്ള അല്ലെങ്കിൽ പബ്ലിക് ഏതെങ്കിലും തരത്തിലുള്ള കമ്പനികൾക്ക് അല്ലെങ്കിൽ പുതിയ കമ്പനികൾക്ക് ആ തരത്തിലുള്ള ഒരു ഫണ്ടുകൾ അനുവദിക്കണം. ഇതിന്റെ കാലാവധി എത്ര വർഷമാണ്? 3 വർഷത്തെ ടെന്യൂർ ആണ് ഈ ഒരു തരത്തിലുള്ള ലോൺ കൊടുക്കുന്നത് അറ്റ് ദ റേറ്റ് ഓഫ് റിപ്പോ. നമ്മൾ റെപ്പോ റേറ്റിൽ അതേ റേറ്റിൽ ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ ആർക്ക് കൊടുക്കണം? ഈ തരത്തിൽ പബ്ലിക് സെക്ടർ അല്ലെങ്കിൽ പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് എന്ന ഒരു സാഹചര്യത്തിൽ ഇതിനെ മുന്നോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഇൻഫ്യൂഷൻ, അതായത് ക്യാപിറ്റൽ ഇൻഫ്യൂഷൻ ഈ മാർക്കറ്റിലേക്ക് നൽകണം. കഴിഞ്ഞ വർഷം നമ്മൾ പലപ്പോഴും ഇതിന്റെ സെക്കൻഡ് ഹാഫിൽ നമുക്ക് കാണാൻ പറ്റും. കഴിഞ്ഞ വർഷം പല MSME എന്റർപ്രൈസസിനും പല ലോൺ റീ അഡ്ജസ്റ്റ്മെന്റുകൾ ഗവൺമെന്റ് അല്ലെങ്കിൽ RBI അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ ഈ വർഷവും അങ്ങനത്തെ ഒരു സാഹചര്യവുമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. പക്ഷേ എന്നാൽ ഒരു ഒറ്റ കാര്യം മാത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ചിന്തിക്കേണ്ടത്. കഴിഞ്ഞ വർഷം ഈ ഫെസിലിറ്റി അവെയിൽ ചെയ്യാതിരുന്ന ആളുകൾക്കോ വ്യക്തികൾക്കോ ആയിട്ടാണ് ഏത് പ്രൊവൈഡ് ചെയ്യുന്നത്? ഈ വർഷം ഒരു ലോൺ റീ അഡ്ജസ്റ്റ്മെന്റ്, റീഫൈനാൻസിങ് സാധ്യമാകുന്നത്. അപ്പം ഇതിനെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിനകത്ത് ഇന്ത്യ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട പ്രോബ്ലമായിട്ട് വരുമ്പോഴത്തേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയുടെ പല ഭാഗങ്ങളും ലോക്ക്ഡൌണിലേക്കാണ് പോകുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. ഓപ്പോസിഷൻ പാർട്ടീസ് ആർ പുഷിംഗ് ഫോർവേഡ് ടു ഹാവ് എ നാഷണൽ ലോക്ക്ഡൌൺ. അപ്പൊ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യാം? എല്ലാ മേഖലകളും ഒരു ഷട്ട് ഡൗൺ ഒരു സാധ്യതയിലേക്ക് ഉണ്ടാവാം. അപ്പോൾ ഈ തരത്തിലുള്ള ഒരു സാഹചര്യം മതിയാകുമോ എന്ന കാര്യത്തിൽ സംശയമാണ്. കാരണം എല്ലാ ഇൻഡസ്ട്രീസും ഡൗൺ ആകുമ്പോൾ, എല്ലാ ഇൻഡസ്ട്രീസും ലോക്ക്ഡൌണിലേക്ക് പോകുമ്പോൾ വി നീഡ് എ കൈൻഡ് ഓഫ് എ കോംപ്രഹെൻസീവ് അല്ലെങ്കിൽ കോംപ്രഹെൻസീവ് പ്രൊസീജിയേഴ്സ് ടു ഓവർകം ദിസ് മെനസ് ഓർ ഓവർകം ദിസ് ക്രൈസിസ്. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പുതിയ റീ അഡ്ജസ്റ്റ്മെന്റുകൾ എവിടെ നിന്നുണ്ടാവണം? RBIയിൽ നിന്നുണ്ടാവണം എന്നാണ് ഈ എഡിറ്റോറിയലിന്റെ ഒരു രത്ന ചുരുക്കം. ബേസിക്കലി ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? 50,000 കോടി രൂപ ഹെൽത്ത് കെയർ സെക്ടറിലേക്കും അല്ലെങ്കിൽ അതുമായിട്ട് അനുബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രീസിനും സപ്ലയേഴ്സിനും കൊടുക്കണം എന്ന ഒരു മാർഗനിർദ്ദേശം RBI മുന്നോട്ട് വയ്ക്കുന്നു ഓൺ ദി ബേസിസ് ഓഫ് പ്രയോറിറ്റി സെക്ടറിൽ. എത്ര വർഷത്തേക്കാണ്? 3 വർഷത്തേക്കാണ്. ടെന്യൂർ 3 വർഷത്തേക്കാണെങ്കിൽ അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് റിപ്പോയ്ക്ക് അനുപാതികമായിട്ടായിരിക്കും അല്ലെങ്കിൽ റിപ്പോയ്ക്ക് തത്തുല്യമായിട്ടായിരിക്കും. ഇതിന് രണ്ടാമത്തെ ഭാഗത്തിൽ പറയുന്നുണ്ട് എന്താണ്? സെൻട്രൽ ബാങ്ക്സ് ഫോക്കസ് ഓൺ സ്മോൾ ബോറോവേഴ്സ് ഇൻക്ലൂഡിംഗ് അൺഓർഗനൈസ്ഡ് ബിസിനസ് and MSME enterprises both through enhanced provision of credit via small finance bank and fresh resolution framework for existing borrowing is also happening as economic participants were already among the worst hit during the last year contraction. കഴിഞ്ഞ വർഷം മുതൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഏറ്റവും MSMEകളോ അല്ലെങ്കിൽ അൺഓർഗനൈസ്ഡ് ബിസിനസ് സെക്ടേഴ്സോ ആണ് ഏറ്റവും കൂടുതൽ വേഴ്സ്റ്റ് ഹിറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഈ ഒരു കോവിഡ് പാൻഡമിക് ഏറ്റവും കൂടുതൽ ഹിറ്റ് ചെയ്തിരിക്കുന്നത് ഇത്തരത്തിലുള്ള മേഖലകളിലാണ്. അപ്പോൾ അവർക്ക് വേണ്ടുന്ന ഒരു സഹായം എന്ന രീതിയിൽ ലോൺ റീസ്ട്രക്ചറിങ് നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്യാം. ഈ ലോൺ റീസ്ട്രക്ചറിങ് അവൈലബിൾ ആകുന്ന ആൾക്കാണ് കഴിഞ്ഞ വർഷം അത്തരത്തിലുള്ള ഫെസിലിറ്റീസ് അവൈൽ ചെയ്യാതിരിക്കുന്ന ഇൻഡസ്ട്രീസിനോ അല്ലെങ്കിൽ ഏതെങ്കിലും മേഖല വ്യക്തികൾക്കോ ആയിരിക്കാം അതിന് ഫെസിലിറ്റീസ് ഉണ്ടാവുക. പക്ഷേ നമ്മളുടെ മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് നാഷണൽ വൈസ്ഡ് ആയിട്ടുള്ള ഒരു നാഷൻ വൈഡ് ലോക്ക്ഡൌണിലേക്ക് എത്തുമ്പോൾ വിൽ ഹാവ് ടു റീഷെഡ്യൂൾ ദീസ് കൈൻഡ് ഓഫ് പ്രൊസീജിയേഴ്സ് ഓർ ദീസ് കൈൻഡ് ഓഫ് പ്രോട്ടോകോൾസ്. അതാണ് ഈ ഒരു ആർട്ടിക്കിളിന്റെ രത്ന ചുരുക്കം എന്ന് പറയുന്നത്. അടുത്ത ഒരു പ്രധാനപ്പെട്ട പ്രിലിംസ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ്. ഇന്നത്തെ ഒരു പത്രവാർത്തയിൽ ഒരു ചെറിയൊരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. 2 held for processing 7 kg ഓഫ് യുറേനിയം. നമ്മുടെ രാജ്യത്ത് യുറേനിയം കയ്യിൽ വെക്കുന്നത് അത്ര നമുക്ക് ഒരു പ്രൈവറ്റ് വ്യക്തികൾക്ക് കയ്യിൽ വെക്കാൻ പറ്റുന്ന ഒന്നല്ല യുറേനിയം എന്ന് പറയുന്നത്. അപ്പം അതിനെക്കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. വിത്ത് ദ റെഫറൻസ് ഓഫ് ദ യുറേനിയം which among the following statements is or are correct? It is weakly radioactive because all isotopes of uranium are unstable. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്.
2, in India only public sector companies under government of India are allowed to explore and mine atomic minerals like uranium. അതും ശരിയാണ്. 3, the largest deposit found in China, South Africa and Argentina. ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ ചെറിയൊരു തെറ്റുണ്ട്. കാര്യം ഏറ്റവും കൂടുതൽ ലാർജസ്റ്റ് ഡെപ്പോസിറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓസ്ട്രേലിയയിലാണ്. 2 കസാഖിസ്ഥാനിലാണ്. 3 കാനഡയിലാണ്. അപ്പം ഏറ്റവും ലാർജസ്റ്റ് ഡെപ്പോസിറ്റ് കാണുന്നത് ഈ ചൈനയിലോ സൗത്ത് ആഫ്രിക്കയിലോ അർജന്റീനയിലോ അല്ല. 1 ഓസ്ട്രേലിയ, 2 കസാഖിസ്ഥാൻ, 3 കാനഡ. അപ്പം തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പോൾ ഏതാണ്? 1 and 2 only. ഇതാണ് ഒന്നാമത്തെ ചോദ്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിനകത്ത് അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു മാപ്പാണ് നമുക്ക് കാണാൻ പറ്റും. ഇതിനകത്ത് മേജർ യുറേനിയം പ്രൊവിൻസസ് ഇൻ ഇന്ത്യ നമുക്ക് കാണാൻ പറ്റും. ഇതിനകത്ത് ഏതൊക്കെ സ്ഥലങ്ങളാണ്? ആരവല്ലീസ്, രാജസ്ഥാൻ, മേഘാലയ, കൊൽക്കത്ത, ഇങ്ങനെ കുറെ ഒരു മാപ്പുകൾ തന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കുപ്പനൂരു, ലംബനൂർ, പെഡഗത്തു, ചിത്രനാൾ, ആന്ധ്രയിലെ ഒരു മേഖലകളാണ് ഇതെല്ലാം. ഛത്തീസ്ഗഡിൽ നമുക്ക് ഇതിന്റെ ഒരു ഡെപ്പോസിറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. രാജസ്ഥാനിലുണ്ട്, കർണാടകയിലുണ്ട്, ഇത്തരത്തിൽ. പിന്നെയുള്ളത് മേഘാലയയിലുണ്ട്. ഈ തരത്തിലുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമുക്ക് എവിടെ നിന്ന് കിട്ടാറുണ്ട്? യുറേനിയം ലഭിക്കാറുണ്ട്. അപ്പം ഈ ഒരു മാപ്പ് സ്റ്റഡി വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. ഇപ്പൊ ജാർഖണ്ഡിലുണ്ട്, ജാർഖണ്ഡ് സിംഗ്ഭം ട്രസ്റ്റ് ബെൽറ്റ് ഇൻ ജാർഖണ്ഡ്, അതുപോലെ തന്നെ എന്താണ് ഛത്തീസ്ഗഡ് ബേസിൻ, ആന്ധ്രാപ്രദേശ്, കർണാടക, രാജസ്ഥാൻ. ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കും, which among the following states having uranium deposits in India? ഇങ്ങനെയൊക്കെയുള്ള ചില ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ ഒരു മാപ്പ് കൃത്യമായിട്ട് ഒന്ന് ഓർത്ത് വെക്കാൻ ശ്രദ്ധിക്കുക. കൺസിഡർ ദ ഫോളോവിങ് പേഴ്സ്. അടുത്ത ടൈഗർ റിസർവ്സ് ഏതൊക്കെയാണ് നോക്കുക. 1 ആനമലൈ ടൈഗർ റിസർവ് തമിഴ്നാടു, സത്കോസിയ ടൈഗർ റിസർവ്സ് ഒഡീഷ, പിൽബിത് ടൈഗർ റിസർവ് വെസ്റ്റ് ബംഗാൾ. ഇത് എവിടെയാണ് ഇത് കാണുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ഈ ആനമലൈ ടൈഗർ റിസർവ് നമുക്കൊരു പ്രധാനപ്പെട്ട ഒരു ഇതുണ്ടായിരുന്നു. ഫോർ ആനമലൈ ട്രൈബ് ഇറ്റ്സ് സ്റ്റിൽ ആൻ അർബൻ ബ്ലൈറ്റ് എന്നൊരു ആർട്ടിക്കിൾ നമ്മുടെ പത്രത്തിൽ ഹിന്ദു ന്യൂസ് പേപ്പറിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ആനമലൈ ടൈഗർ റിസർവിന്റെ ഒരു ചോദ്യം ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം ഈ ആനമലൈ ടൈഗർ റിസർവ് തമിഴ്നാട്ടിലാണ്, സത്കോസിയ ടൈഗർ റിസർവ്സ് ഒഡീഷയിലാണ്. എന്നാൽ പിൽബിത് ടൈഗർ റിസർവ്സ് വെസ്റ്റ് ബംഗാൾ അല്ല, പകരം എവിടെയാണ്? ഉത്തർപ്രദേശിലാണ് ഈ പിലേബിത് ടൈഗർ റിസർവ് ഉണ്ടാവുക. അപ്പൊ മൂന്നാമത്തെ പേര് ഒരു ശരിയല്ല. അപ്പൊ ഒന്നാമത്തെയും രണ്ടാമത്തെയും പേര് മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. അപ്പൊ അടുത്ത ഒരു ചോദ്യത്തിലേക്ക് കിടക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് അബൌട്ട് ഡാർവിൻ സ്പോട്ട് ഈസ് ഓർ ആർ കറക്റ്റ്? ഡാർവിൻ പോർട്ട് എവിടെയാണ്? നമുക്കറിയാം ഓസ്ട്രേലിയയിലാണെന്ന് അറിയാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് ഈസ് എ പോർട്ട് ലൊക്കേറ്റഡ് ഓൺ ദ സൗത്ത് വെസ്റ്റ് കോസ്റ്റ് ഓഫ് ഓസ്ട്രേലിയ. 2, US owned land bridge had won the bid for a leased Port Darwin and Port hosts annual naval exercise between USA and Australia. ഈ ഒരു ഭാഗം ശരിയാണ്. പോർട്ട് ഹോസ്റ്റ് ദ ആനുവൽ നേവൽ എക്സസൈസ് ഇൻ ബിറ്റ്വീൻ USA ആൻഡ് ഓസ്ട്രേലിയ. അത് ശരിയാണ്. പക്ഷേ ഒന്നാമത്തെ ഭാഗത്ത് US ഓൺഡ് കമ്പനി അല്ല, ചൈനീസ് ഓൺഡ് കമ്പനിയാണ് ഈ ഒരു പോർട്ടിന്റെ ഒരു സാധ്യത അല്ലെങ്കിൽ ഇതിന്റെ ലീസിന് എടുത്തിരിക്കുന്നത് ചൈനീസ് ബേസ്ഡ് കമ്പനിയാണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് ഈസ് എ പോർട്ട് ലൊക്കേറ്റഡ് ഓൺ ദ സൗത്ത് വെസ്റ്റ് കോസ്റ്റ് ഓഫ് ഓസ്ട്രേലിയ. അപ്പം അതല്ല, ഇത് നോർത്തേൺ സൈഡിലാണ് നമ്മളുടെ ഈ ഒരു ഈ ഡാർവിൻ പോർട്ട് നമുക്ക് കാണാൻ പറ്റുക. നമുക്കറിയാം ഏതൊരു നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് എന്നൊക്കെ നമുക്കറിയാം. ഇത് നോർത്തേൺ സൈഡിലാണ് നമ്മുടെ ഡാർവിൻ പോർട്ട് ഉള്ളത്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പകുതി ശരിയാണ്, പകുതി തെറ്റാണ്. എന്നാൽ നമുക്ക് അങ്ങനെ ഒരു സാധ്യത വരുന്നില്ല. രണ്ടാമത്തതും തെറ്റാണ്. അപ്പോൾ എന്താണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നീദർ 1 nor 2 ആണ് നമ്മളുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ആയിട്ട് വരിക. അടുത്ത ഒരു ചോദ്യമാണ്, ഡാല ഡാം ഈസ് ലൊക്കേറ്റഡ് ഇൻ ഇറാൻ ആണോ, പാകിസ്ഥാൻ ആണോ, തജിക്കിസ്ഥാൻ ആണോ, അഫ്ഗാനിസ്ഥാൻ ആണോ എന്നുള്ള ചോദ്യം. അതിനടിസ്ഥാനപ്പെട്ട ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ താലിബാൻ ക്യാപ്ചേഴ്സ് കീ ഡാം ഇൻ അഫ്ഗാനിസ്ഥാൻ എന്ന ഒരു പോയിന്റ് അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിച്ച് പ്രൊവൈഡ്സ് ഇറിഗേഷൻ ഫോർ ഫാർമേഴ്സ്. അപ്പൊ ഇറിഗേഷന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഡ്രിങ്കിങ് വാട്ടറിന് വേണ്ടിയിട്ടുമുള്ള ഒരു ഡാമാണ് ഡാല ഡാം എന്ന് പറയുന്നത്. ഇറിഗേഷന് വേണ്ടിയിട്ടും ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ടുമാണ് ഈ 2 ഡാമുകൾ, ഈ 2 ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഡാല ഡാം ഇത് ചെയ്തിരിക്കുന്നത്. 1952 USA പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു ഡാമാണ്
ഈ ഡാല ഡാം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് സെയ്ഡ് ടു ബി ദ സെക്കൻഡ് ലാർജസ്റ്റ് ഡാം ഇൻ അഫ്ഗാനിസ്ഥാൻ. ഇതിന്റെ മറ്റൊരു പേരാണ് അർഗൻബാദ് ഡാം എന്നും പറയാറുണ്ട്. ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഷാവാലിക്കോട്ട് ഡിസ്ട്രിക്ട് ഓഫ് കണ്ടഹാർ, province in Afghanistan, approximately 40 kilometers north of provincial capital Kandahar. ഇത് സ്ഥിതി ചെയ്തിരിക്കുന്നത് എവിടെയാണ്? അർഗന്ദാബാദ് റിവേഴ്സിലാണ് ഈ ഒരു ഡാം പണി കഴിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നോർത്ത് വയ്ക്കുക, അർഗന്ദാബാദ് റിവറിനെ കുറിച്ച് നോർത്ത് വയ്ക്കുക. ഇതിന് ഡാല ഡാം എവിടെയാണത്? അപ്പോൾ ഇതിന്റെ ഉത്തരം ഏതാണ്? ഈ മൂന്നെണ്ണമല്ല, പകരം അഫ്ഗാനിസ്ഥാൻ എന്നുള്ളതാണ് ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്തകളും പ്രിലിംസ് പ്രാക്ടീസ് ടെസ്റ്റുകളുടെ ഒരു ക്വസ്റ്റ്യൻസും ഈ പറഞ്ഞിരിക്കുന്ന ഇതൊക്കെയാണ്. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, ആർട്ടിക്കിൾസ് ഒന്ന് വായിക്കാൻ ശ്രമിക്കുക.